ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ, അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ ട്രെയിനിൽ ഇന്നൊരു യാത്ര പോയാലോ? കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി ആദ്യം വരേണ്ടത് വഡോദര റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തൊട്ടടുത്ത സ്റ്റേഷൻ എക്താ നഗർ ആണ്. ഞങ്ങൾ അവിടത്തേക്ക് പോകുന്ന ട്രെയിൻ ഇതാണ്. വഡോദരയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരമാണ് എക്താ നഗറിലേക്ക് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്ന് 19 ട്രെയിനുകളാണ് വഡോദര വഴി കടന്നു പോകുന്നത്. രാജധാനി ഉണ്ട്, ദുരന്തോ ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഓക്ക എക്സ്പ്രസ്, ഭാവനഗറിലേക്ക് പോകുന്ന വണ്ടിയുണ്ട്, തിരുവനന്തപുരം വേരാവല വണ്ടിയുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ അതുവഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്നുണ്ടല്ലോ വഡോദരയിൽ നിന്ന് 8 ട്രെയിനുകളാണ് എക്താ നഗറിലേക്ക് ഉള്ളത്. അത് വീക്കിലി വണ്ടികളൊക്കെ ഉണ്ട്. ഡെയിലി വണ്ടി ആകെ 3 മാത്രമേ ഉള്ളൂ. ഒന്ന് രാവിലത്തെ 5:50 ദാദറിന് എക്താ നഗറിലേക്ക് പോകുന്ന വണ്ടി, പിന്നെ എന്ന് വെച്ചാൽ 9:15 അഹമ്മദാബാദിൽ നിന്ന് പോകുന്ന ജനശതാബ്ദി, പിന്നെ വൈകിട്ട് 4:45 ജനശതാബ്ദി. അങ്ങനെ യാത്ര ചെയ്ത് എക്താ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയിപ്പം പ്രതിമേന്റെ ഭാഗത്തേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഫ്രീ ബസ് സർവീസ് ആണ് ഇവിടുന്ന്. റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാച്യു ഉള്ള ഭാഗത്തേക്കുള്ള വഴി ഇതാണ്. നല്ല കിടിലം റോഡുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സ്റ്റാച്യു വന്നതിന് ശേഷം വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷനിൽ ഇതാ യാത്ര ചെയ്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തൊട്ട് മുന്നിലേക്ക് എത്തി. ഇവിടുത്തെ ഓരോ സ്ഥലത്ത് നമുക്ക് കയറേണ്ട പ്രവേശന ടിക്കറ്റിന്റെ നിരക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റും മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. ഒരുപാട് കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും ഉയർന്നൊരു ടിക്കറ്റ് ഇതാണ്. 1030 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയതൊക്കെ ഇവിടെ തന്നെ കാണാം. അതിനുശേഷം താഴോട്ട് വരുവാണെങ്കിൽ 380 രൂപയുടെ ടിക്കറ്റാണ്. പിന്നെ വരുന്നത് 150 രൂപയുടെ ടിക്കറ്റാണ്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് റിസോർട്ടൊക്കെ ഉണ്ട്. എവിടെ താമസിക്കേണ്ട റേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ഹോട്ടൽസും, പിന്നെ എന്താ പറയുക, താഴോട്ട് വരുവാണെങ്കിൽ ക്രൂയിസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജംഗിൾ സഫാരി. അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഇതാ ഈ റിക്ഷയൊക്കെ എടുത്തിട്ട് വൺ ഡേ നമുക്ക് ഫുള്ള് പോകാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് നേരെ ക്യൂല് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയത് 150 രൂപയുടെ എൻട്രി ടിക്കറ്റ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാല് നോർമൽ ടിക്കറ്റ് എടുക്കുന്നതും എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ എൻട്രി ഒക്കെ വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇനിയിപ്പോ നേരെ പോകുന്നത് സെക്യൂരിറ്റി സോണിലേക്കാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. കൂടാതെ 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു. കൂടാതെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൊക്കെ സജീവമായ പങ്കാളിയായ ഒരാൾ കൂടിയായിരുന്നു പട്ടേൽ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇവിടെ എൻട്രി എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗമാണെന്നില്ലേ. ഇത് 350 രൂപയുടെ ടിക്കറ്റും അതുപോലെ തന്നെ 1000 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തവർക്ക് കയറി പോകാനുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രതിമയുടെ ആകെ ഉയരം 182 മീറ്റർ ആണ്.